നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്ന് പത്തനംതിട്ട എംപിയും UDF കൺവീനറുമായ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. 2.5 മണിക്കൂറോളം നീണ്ട ചോദ്യത്തിന് ശേഷം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പ്രതികരിച്ചത്. പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദിച്ചെന്നും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. മറുപടിയിൽ അവ്യക്തതയുണ്ടോ എന്ന് പറയേണ്ടത് SIT ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു. അതേസമയം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ അസ്വാഭാവികത ഉള്ളതായി കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ SIT ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. രാവിലെ മുതലാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പ്രതികളുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്നോട് ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം റിപ്പോർട്ടർ TVയുടെ മാധ്യമപ്രവർത്തകനോട് കൈമാറ്റടോ എന്നും റിപ്പോർട്ടർ ചാനൽ എന്ന മരമുറി ചാനലിന് വേണ്ടി പറയാനല്ല ഞാൻ വന്നതെന്നും എന്നെക്കൊണ്ട് പറയിക്കരുതെന്നെല്ലാം ക്ഷുഭിതനായി തന്നെ റിപ്പോർട്ടർ ചാനലിനോടായി അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് രാവിലെയാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. 3 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നിരുന്നു. കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും സോണിയാഗാന്ധിയെ സന്ദർശിച്ചതുമെല്ലാം ചോദ്യം ചെയ്യലിൽ ഉൾപ്പെട്ടു എന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-നും സർക്കാരിനുമെതിരെ UDF പ്രചരണം നടത്തി വരുന്നതിനിടയിലാണ് SIT UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇത് UDF-നെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലതവണ കണ്ടിട്ടുണ്ടെന്ന് നേരത്തെ സമ്മതിച്ച അടൂർ പ്രകാശ് ശബരിമല കേസുമായി തനിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം നിഷേധിച്ചിരുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യട്ടെയെന്നും CPM തന്നെ ഏറ്റവും വലിയ കെണിയിൽ അകപ്പെടുമെന്നും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയോട് സഹതാപം തോന്നുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്ങനെയെങ്കിലും കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ചാരാൻ പരിശ്രമം നടത്തുകയാണ്. മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. SIT അന്വേഷിക്കുന്നുണ്ടല്ലോ, എല്ലാം അന്വേഷിക്കട്ടെ. പോറ്റിക്കൊപ്പമുള്ള എന്റെയും ചിത്രം കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. വെറുതെ ചെളി വാരി എറിഞ്ഞാൽ സ്വന്തം ദേഹത്ത് പുരണ്ട ചെളി ഇല്ലാതാകില്ലെന്ന് മുഖ്യമന്ത്രി ധരിക്കരുത്. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സ്വന്തം സ്ഥിതി വഷളാകും. കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല, അദ്ദേഹം പറഞ്ഞു. കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ അറിയില്ലായിരുന്നുവെന്ന് അടൂർ പ്രകാശ് മൊഴി നൽകിയിരുന്നു. വെഞ്ഞാറമൂട്ടിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് അടൂർ പ്രകാശ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്.